ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പുതിയ ഒരു ദശകത്തിലേക്ക് കടക്കുകയാണ്, 8ാമത്തെ ദശകം. കഴിഞ്ഞ ദശകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 5ാം ദശകം മുതൽ നമ്മൾ പ്രപഞ്ചോൽപത്തി പറഞ്ഞു തുടങ്ങി. അത് പ്രാകൃത പ്രളയത്തിന് ശേഷമുള്ള ഉത്പത്തിയെക്കുറിച്ചാണ് പറയുന്നത്. സർവ ഗുണങ്ങളും സാമ്യാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ സൃഷ്ടിക്ക് പ്രേരണാദായകമായിട്ടുള്ള ഒരു ഇച്ഛ, ദൃഷ്ടി, നോട്ടം പതിക്കുന്നു. അങ്ങനെ ഗുണങ്ങള് പല രീതിയിൽ മാറുന്നു, സർവ്വതും സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങനെ സകല ലോകങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സത്യലോകത്തില് ഭഗവാൻ തന്നെ ബ്രഹ്മദേവനായി ഭവിക്കുന്നു. അങ്ങനെ ആ ബ്രഹ്മദേവനില് രജോ ഗുണപ്രധാനം ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ട് ബ്രഹ്മദേവന് സൃഷ്ടിക്കുള്ള താല്പര്യം ഉണ്ടാവുന്നു. പക്ഷെ എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും ബ്രഹ്മദേവൻ അങ്ങോട്ട് മനസ്സിലാവണില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അന്തര്യാമിയായ ഭഗവാനിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നു, തപ എന്നുള്ളത്. ആ സന്ദേശം കേട്ടുകൊണ്ട് ബ്രഹ്മദേവൻ ദീർഘകാലം തപസ്സനുഷ്ഠിക്കുന്നു. അങ്ങനെ ആ തപസ്സിലൂടെ ബ്രഹ്മദേവന് വൈകുണ്ഠ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഭഗവാനെ കാണാനും ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങാനും സാധിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം നേടിയ ബ്രഹ്മദേവൻ സൃഷ്ടി തത്പരനായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ഭഗവാൻ തന്നെ ഗൂഢമായിട്ട് ബ്രഹ്മദേവന്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് സൃഷ്ടിയെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബ്രഹ്മദേവനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ 5ാം ദശകം മുതൽ 7ാം ദശകത്തിന്റെ അവസാനം വരെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇത് 8ാം ദശകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. എങ്ങനെയാണ് സൃഷ്ടി ബ്രഹ്മദേവൻ നടത്തിയത്? ഭഗവാൻ കൊടുത്ത ജ്ഞാനമുണ്ട്. ബ്രഹ്മദേവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭഗവാനെ അങ്ങയുടെ ആ ദ്വൈതഭാവത്തെക്കുറിച്ചും അദ്വൈതഭാവത്തെക്കുറിച്ചുള്ള ജ്ഞാനം പകർന്നു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദ്വൈതഭാവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ പ്രയോജനം? സൃഷ്ടി അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ആ ജ്ഞാനം കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നത് എന്നാണ്, ഏതുപോലെയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് 1ാമത്തെ ശ്ലോകത്തില്, 8ാമത്തെ ദശകത്തില് 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, ഒന്ന് കേട്ടു നോക്കൂ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹി ആദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയഃ ത്വത്ത ഏവ ആപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. അപ്പോ ആ വാക്കുകൾ നമുക്ക് നോക്കാം. ഏവം താവത്, ഇങ്ങനെ, ഇപ്രകാരം. എപ്രകാരം? കഴിഞ്ഞ
ശ്ലോകം വരെ 7ാം ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകം വരെ പറഞ്ഞ പ്രകാരം ബ്രഹ്മദേവന് ജ്ഞാനമൊക്കെ കിട്ടി. അത് പ്രകാരം പ്രാകൃത പ്രക്ഷയാന്തേ, പ്രാകൃത പ്രളയത്തിന്റെ അവസാനത്തിൽ, അതിന്റെ അന്തത്തിൽ, പ്രാകൃത പ്രക്ഷയാന്തേ, ആ പ്രാകൃത പ്രളയത്തിന്റെ അവസാനത്തില് ബ്രാഹ്മേ കൽപ്പേ ഹി ആദിമേ, ആദിമേ ബ്രാഹ്മേ കൽപ്പേ, ഒന്നാമത്തെ ബ്രഹ്മകൽപ്പത്തിൽ, അതായത് പ്രാകൃത പ്രളയത്തിന്റെ അവസാനം ഒന്നാമത്തെ ബ്രഹ്മകൽപ്പമാണിപ്പോ. ആ ഒന്നാമത്തെ ബ്രഹ്മകൽപ്പത്തില് ലബ്ധ ജന്മ, ഈ ജന്മം ലഭിച്ചിരിക്കുന്ന ആരാണ്? ബ്രഹ്മദേവൻ എന്താ ചെയ്യുന്നത്? ഭൂയഃ, വീണ്ടും ശ്രദ്ധിക്കണം, വീണ്ടും എന്താണ് ചെയ്യുന്നത്? ത്വത്ത ഏവ വേദാൻ ആപ്യ, വീണ്ടും ത്വത്ത, നിന്തിരുവടിയിൽ നിന്ന് തന്നെ, അതായത് ഭഗവാനിൽ നിന്ന് തന്നെ, ഭഗവാൻ നാരായണിൽ നിന്ന് തന്നെ, ഏവ ആപ്യ വേദാൻ, ഭഗവാനിൽ നിന്ന് വേദങ്ങളെ പ്രാപിച്ചിട്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ ജ്ഞാനം കൊടുത്തു, അതാണ് വേദം. ഭഗവാൻ പകർന്നു കൊടുക്കുന്ന ജ്ഞാനമാണ് സകല വേദങ്ങളുമായിട്ട് നമ്മൾ പറയുന്നത്. ആ ജ്ഞാനമാണ് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മദേവന്. അങ്ങനെ ഭഗവാനിൽ നിന്ന് തന്നെ, നിന്തിരുവടിയിൽ നിന്നു തന്നെ വേദങ്ങളെ പ്രാപിച്ചിട്ട് സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം, പൂർവകൽപ്പോപമാനാം, മുന്നേ ഉള്ള കൽപ്പങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ എന്ത് ചെയ്തു? സൃഷ്ടിം ചക്രേ, ആ സൃഷ്ടിയെ സൃഷ്ടിച്ചു, സൃഷ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നോക്കൂ, ഈ പ്രാകൃത പ്രളയത്തിന് മുന്നേയും സൃഷ്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുന്നേയും സൃഷ്ടി ഉണ്ടായിരുന്നു. ആ പ്രാകൃത പ്രളയത്തിന്റെ സമയത്ത് സർവവും ഭഗവാനിൽ ലയിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് സമയമായപ്പോ, ഇനി വിശദമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഓരോ ശ്ലോകത്തിലും ഇത് വിവരിക്കുന്നില്ല, അടുത്ത ശ്ലോകത്തിൽ വരുന്ന സമയത്ത് വിവരിച്ച് ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നുണ്ട്. ഈ പ്രളയം ഉണ്ടായ സമയത്ത് സർവവും ഭഗവാനിൽ ലയിച്ചു. എന്നിട്ട് ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടായപ്പോൾ ആ ത്രിഗുണങ്ങളൊക്കെ മൂന്നായി പിരിഞ്ഞ് അഹങ്കാരമായി മാറി. അങ്ങനെ ബ്രഹ്മദേവൻ വരെ ഉണ്ടായി. ബ്രഹ്മദേവന് സൃഷ്ടിക്കാനുള്ള ജ്ഞാനം പകർന്നു കൊടുത്തു ഭഗവാൻ. ബ്രഹ്മദേവൻ ആ വേദം, ഭഗവാനിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്ന ആ വേദം ഉപയോഗിച്ച് മുന്നേ ഉണ്ടായിരുന്നത് പോലെ തന്നെ സൃഷ്ടിയെ ചെയ്തു തുടങ്ങി. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഈ പ്രളയത്തിന് മുന്നേയും സൃഷ്ടി ഉണ്ടായിരുന്നു. മുൻകാല, അതായത് പൂർവകൽപ്പത്തില് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതേ പ്രകാരത്തില് ആ ജ്ഞാനം ഭഗവാനിൽ നിന്ന് കിട്ടിയല്ലോ, അത് വെച്ചിട്ടാണ് ഇപ്പോ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ബ്രഹ്മദേവൻ ആ ജ്ഞാനം ഉണ്ടായി. അപ്പൊ അത് പ്രകാരം ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്തു തുടങ്ങി. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം. എന്ത് ചിന്തനീയമായിട്ടുള്ള വിഷയമാണെന്ന് നോക്കൂ. നാരായണീയം നമ്മളിങ്ങനെ വെറുതെ വായിച്ച് പോകുമ്പോൾ ഇതിനൊക്കെ കുറച്ച് നേരം നമ്മൾ കൊടുക്കണ്ടേ? പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എപ്പോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച ആ ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് നാരായണീയത്തില് ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം ഭഗവാനിൽ ലയിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു, അവിടെ നിന്നെല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ് ആ പ്രളയത്തിന് മുന്നേയും സൃഷ്ടി ഉണ്ടായിരുന്നു. ആ സൃഷ്ടി മുഴുവൻ പ്രളയത്തിന്റെ സമയത്ത് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചിരിക്കുകയായിരുന്നു. ഭഗവാന്റെ നോട്ടത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ബ്രഹ്മദേവൻ അടക്കമുള്ള സർവ്വതും ഭഗവാനിൽ നിന്നുണ്ടായി. ബ്രഹ്മദേവൻ ആ ജ്ഞാനം പകർന്നു കൊടുത്തിരിക്കുന്നതും ഭഗവാനാണ്. ആ വേദങ്ങൾ, അതാണ് വേദം എന്ന് പറയുന്നത്. സർവത്തിനെയും നിയന്ത്രിക്കുന്ന ആ വേദം ബ്രഹ്മദേവന്റെ കയ്യിൽ കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ്. ആ ഭഗവാൻ പറഞ്ഞു കൊടുത്ത ജ്ഞാനം ഉപയോഗിച്ച് അപ്പൊ ബ്രഹ്മദേവൻ ഓർമ്മ വരികയാണ്, ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു പൂർവകൽപ്പത്തിൽ സൃഷ്ടി ഉണ്ടായിരുന്നത്, അതുപോലെ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പ്രേരണയും ഭഗവാൻ തന്നെ ബ്രഹ്മദേവന്റെ ഉള്ളിലിരുന്നിട്ട് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ചില ആൾക്കാർ അത് ശ്രദ്ധിക്കും, ചില ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കുഴപ്പത്തിൽ ചെന്ന് ചാടും. നമുക്ക് കുറെ സമയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, ചില സമയം നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണെന്ന് തോന്നും. ചില കാര്യങ്ങൾ വളരെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടനുഷ്ഠിക്കാൻ
കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. എന്നിട്ട് ബ്രഹ്മദേവൻ ഇരുന്നപോലെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ നട്ടം തിരിഞ്ഞ് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അപ്പൊ ഭഗവാൻ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും സന്ദേശം കൊടുക്കുന്നുണ്ട്, ബ്രഹ്മദേവനടക്കം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സൂക്ഷ്മഭാവത്തില് ഗൂഢഭാവത്തില് നമ്മുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശത്തെ ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രേരണയാവണം ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്ത് കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇരുന്ന് ചൊല്ലുമ്പോൾ ഇത് കേട്ടിട്ടോ ഇയാൾ നന്നായിട്ട് ചൊല്ലുന്നുണ്ട്, ഇത് കേട്ടിട്ട് ഭഗവാൻ സഹായിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ ഭഗവാൻ നമ്മുടെ മനസ്സിലാക്കി തരാനുള്ള പ്രവർത്തനം ഭഗവാൻ ചെയ്യായിരിക്കും. പലവട്ടം വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അറിയാതെ ചിന്തകളും നമ്മൾ പോലും അറിയാതെ അബോധ മനസ്സിൽ നമുക്ക് ഈ ജ്ഞാനം നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം. അതിനൊരു സുഖമുണ്ട്. അപ്പോ പെട്ടെന്ന് നിർത്താണ്, ഒരുപാട് വിശദീകരിക്കാനില്ല. ഇനി ഭട്ടതിരിപ്പാട് ഇതിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, ഒന്ന് കേട്ടു നോക്കൂ. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാകൃത പ്രളയത്തിന് മുന്നേയും സൃഷ്ടി ഉണ്ടായിരുന്നു. പ്രാകൃത പ്രളയത്തിന്റെ സമയത്ത് സർവ്വതും ഭഗവാനിൽ ലയിച്ചിരുന്നു. അവിടുന്ന് ഭഗവാന്റെ താത്പര്യത്തോടുള്ള സൃഷ്ടിക്ക് പ്രേരണാദായകമായിട്ടുള്ള ഒരു നോട്ടത്തിലൂടെ സർവവും ത്രിഗുണങ്ങളും പല രീതിയിൽ പല കോമ്പിനേഷൻസിൽ സൃഷ്ടികളുണ്ടായി, ലോകങ്ങളുണ്ടായി. അതിൽ സത്യലോകത്തിലാണ് ബ്രഹ്മദേവനായിട്ട് ഭഗവാൻ തന്നെ ഭവിക്കുന്നത്. ആ ബ്രഹ്മദേവന് ഉണ്ടായ കൺഫ്യൂഷൻ, അതായത് രജോ ഗുണം കൂടിയതുകൊണ്ട് സൃഷ്ടിക്കണമെന്നുള്ള ബോധം ഉണ്ടാവുന്നു. പക്ഷെ എങ്ങനെ വേണമെന്നും അറിയാതെ ഭഗവാനിലേക്ക് ശ്രദ്ധിക്കുന്നു, അവനവന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഉള്ളിൽ നിന്ന് ഭഗവാന്റെ സന്ദേശം വരുന്നു. തപ എന്നുള്ളത് കൂടുതൽ ആഴത്തിലേക്ക് ചിന്തയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ വൈകുണ്ഠ ദർശനം ഉണ്ടാകുന്നു. അവിടെ ഭഗവാനെ കാണുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു, ഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നു. ഭഗവാനോട് എന്താണ് ദ്വൈത അദ്വൈത ഭാവത്തിലുള്ള ഭഗവാന്റെ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ജ്ഞാനം നൽകുന്നു. എന്നിട്ട് ആ വേദങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്ന ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഗൂഢസ്ഥനായിരുന്നു കൊണ്ട് സൃഷ്ടി നടത്തുന്നതിനുള്ള പ്രേരണയും ഭഗവാൻ തന്നെ നൽകുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങൾ പൂർവ്വകൽപ്പത്തിൽ ഏത് രീതിയിലാണോ നടന്നിരുന്നത് അതുപോലെ പുനരാവർത്തിക്കുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ഒരു ദിവസം കാണാം. ആലോചിച്ചു നോക്കുക, കണ്ണടച്ചിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയും കാലത്തിന്റെ ദൈർഘ്യവും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോടാനുകോടി വർഷങ്ങള് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അതില് വളരെ ചെറിയൊരു ജന്മമാണ് നമ്മുടേത്. ആ ജന്മത്തിൽ ഇതൊക്കെ ചിന്തിക്കാനും അറിയാനും നമുക്ക് സാധിക്കുന്നത് എത്രയോ ജന്മങ്ങളായിട്ട് നമുക്ക് നേടിത്തന്ന കർമ്മഫലത്തിന്റെ ഗുണമാണ്. നമ്മളത് ആസ്വദിക്കുകയാണ്. നമുക്കത് അറിയാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുകയാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പെട്ട് ജീവിതം ഉഴറുന്നത് നിർത്തിയിട്ട് വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ നമുക്ക് സഹായകരമാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ.